പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന് പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ AC മൊയ്തീൻ MLA. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിപ്പോ നോർക്ക് അതിനൊരു ശ്രമം തുടങ്ങുകയാണ്. ഞങ്ങളുടെ സമിതി ഈ വിഷയം എടുത്തു. ഇത് എടുക്കാൻ കാരണം നമ്മുടെ ഇവിടുന്ന് ധാരാളം ആളുകൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും ഉക്രൈൻ യുദ്ധം ഉണ്ടായപ്പോഴാണ് അതിന് ഉത്സാഹി വന്നത്. ഇവരെ പ്രവാസി ലിസ്റ്റിലില്ല, നിർവചനത്തിലില്ല, കേന്ദ്ര ഗവൺമെന്റ് നിർവചനത്തിലില്ല. പ്രവാസി എന്ന് പറയുന്നതിന് ഒരു കേന്ദ്ര നിയമം ഉണ്ടല്ലോ. ഈ പഠിക്കാൻ പോണ കുട്ടികളില്ല. ആ പ്രശ്നമാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. അത് ചർച്ച ചെയ്തപ്പോഴാണ് എത്ര കുട്ടികൾ പോകുന്നുണ്ട്. ഒരു കേരളത്തിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ വിദ്യാർത്ഥികളെ പഠിക്കാൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് ആ വിവരം ശേഖരിക്കാൻ കേരള ഗവൺമെന്റിന് നടപടിയെടുക്കാം. പക്ഷേ ഇത് കേരളത്തിന് വെളിയിലാണ്. ആ കേരളത്തിന്റെ വെളിയിൽ നിന്ന് കൊണ്ടുപോകുന്നവരുടെ യോഗ്യതയോ വിശ്വാസ്യതയോ ഒന്നും പരിശോധിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നതിനെ പറ്റൊന്നുമില്ല. ഞങ്ങൾ ഇത് പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്ന. അപ്പോ കുട്ടികളുടെ മാത്രമല്ല, ഇത് മറ്റുള്ള തൊഴിൽ റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും ഇങ്ങനെ ചില ഏജൻസികൾ. കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. എന്നിട്ടും നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന് സമിതി അംഗമായ ഡോക്ടർ KT ജലീൽ MLA പറഞ്ഞു. വിദേശത്തെ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വം എടുപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവാസികൾക്ക് നൽകിയിട്ട് ഉള്ളത് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് നൽകുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നും ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞത്. എല്ലാവരും ഇതിനെ ഒന്നുകൂടി പുഷ്ടിപ്പെടുത്തണമെങ്കിൽ ഇതിൽ അംഗത്വ സംഖ്യ വർദ്ധിക്കണം. അതിന് സംഘടനകൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തണം. മദ്രസ ക്ഷേമനിധി ബോർഡിന്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിയമസഭാ സമിതി അംഗമായ ET ടൈസൺ, KN ഉണ്ണികൃഷ്ണൻ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. നിയമസഭാ സെക്രട്ടേറിയറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി K ആനന്ദ്, അഡീഷണൽ SP ബിജുരാജ്, നോർക്ക റോഡ് സെന്റർ മാനേജർ C രവീന്ദ്രൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ S നവാസ്, ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ VK മുരളി എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം, പ്രവാസി ഫെഡറേഷൻ, പ്രവാസി ലീഗ്, പ്രവാസി കോൺഗ്രസ്, ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി, ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. CCN മലപ്പുറം.